ഹലോ. വളരെയധികം ആഗ്രഹിച്ച് മലയാള സിനിമയിലേക്ക് വന്ന ആദ്യ സിനിമയിൽ തന്നെ പരാജയപ്പെടുമ്പോഴുള്ള ഒരവസ്ഥ. പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് പറയാമെങ്കിലും ഒരിക്കലെങ്കിലും പരാജയപ്പെട്ടവർക്ക് ആ ഒരു അവസ്ഥ മനസ്സിലാകും. ഒരുപക്ഷെ നമ്മൾ വീണുപോയത് ചെറിയ ലക്ഷ്യത്തിലായിരിക്കാം, അതിലും വളരെ വലുത് നമ്മളെ കാത്തിരിക്കുന്നു എന്നൊക്കെ പോസിറ്റീവായി ചിന്തിക്കാമെങ്കിലും അപ്പോഴത്തെ ആ ഒരു വിഷമം നമ്മൾ അതിജീവിച്ച് വീണ്ടും നമുക്ക് നേരെ നിൽക്കാൻ കഴിയണം. അതിനുള്ള കരുത്ത് നമ്മൾ ആർജിച്ചെടുക്കുകയും വേണം. ആദ്യ സിനിമയിൽ പരാജയപ്പെട്ട ഒരാൾക്ക് സിനിമ പോലൊരു വ്യവസായത്തിൽ രണ്ടാമതൊരു അവസരം ലഭിക്കുക എത്ര ശ്രമകരമാണ്. ആദ്യ സിനിമ പരാജയപ്പെടുകയും രണ്ടാം ഊഴത്തിൽ മലയാള സിനിമയിൽ തൻ്റെതായ ഒരു സ്ഥാനം നേടിയെടുക്കുകയും സിനിമാ ലോകത്തെയാകെ വിസ്മയിപ്പിച്ചുകൊണ്ട് പുതിയൊരു തരംഗം സൃഷ്ടിക്കുകയും ചെയ്ത 3 സംവിധായകരുടെ സിനിമകളിലൂടെയും അവരുടെ അനുഭവങ്ങളിലൂടെയും നമുക്കൊന്ന് പോകാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. രാജേഷ് പിള്ള 2005 അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ. അതിലെ നിനക്കാണ് ഞാൻ എനിക്കാണ് നീ എന്ന പാട്ട്, കൈതപ്രത്തിൻ്റെ വരികൾ, ഈണം നൽകിയത് മോഹൻ സിത്താര. അഫ്സലും ആശാമധുവും ചേർന്ന് ആലപിച്ച ആ ഗാനം വളരെ പെട്ടെന്ന് തന്നെ ട്രെൻഡിങ്ങായി. കുഞ്ചാക്കോ ബോബനും ഭാവനയുമായിരുന്നു ജോഡികൾ. പക്ഷേ നവാഗതനായ രാജേഷ് പിള്ള സംവിധാനം ചെയ്ത ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയമായി. പറയണ്ടല്ലോ, സിനിമയുടെ പരാജയം അദ്ദേഹത്തെ മാനസികമായി വളരെയധികം സമ്മർദ്ദത്തിലാക്കി. വളരെയധികം പരിഹാസങ്ങളും പഴികളും ഒക്കെ കേട്ട ഒരു കാലം. അക്കാലത്ത് പ്രശസ്ത തിരക്കഥാകൃത്തുക്കളായ ബോബി സഞ്ജയ് കൂട്ടുകെട്ടിലെ സഞ്ജയിനെ പരിചയപ്പെടാനിടയായത് അദ്ദേഹത്തിൻ്റെ സിനിമാ സ്വപ്നങ്ങൾക്ക് വീണ്ടും ഉണർവ് നൽകി. അവരുടെ കൂട്ടുകെട്ടിൽ പുതിയൊരു സിനിമയെക്കുറിച്ചുള്ള ആലോചനകൾ വന്നു തുടങ്ങി. ആയിടയ്ക്ക് മലയാള മനോരമ സപ്ലിമെന്റിൽ വന്ന ഹൃദയമുള്ളവർ എന്ന ലേഖനം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. മസ്തിഷ്ക മരണം സംഭവിച്ച മകന്റെ ഹൃദയം ഉൾപ്പെടെയുള്ള അവയവങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറായ ഡോക്ടർ ദമ്പതികളുടെ കഥയായിരുന്നു അത്. ചെന്നൈ നഗരത്തിലെ തിരക്കിൽ ഒരു ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് 20 മിനിറ്റ് കൊണ്ട് പാഞ്ഞ ഒരു ഹൃദയത്തിന്റെ കഥ. ഈ ഒരു കഥയിൽ നിന്ന് ബോബി സഞ്ജയ്മാരും രാജേഷ് പിള്ളയും ചേർന്ന് അവരുടെ സിനിമ രൂപപ്പെടുത്തി. പക്ഷേ ആദ്യ സിനിമയിൽ പരാജയപ്പെട്ട ഒരു സംവിധായകന് ഒരു നിർമ്മാതാവിനെ കിട്ടുക ഒരു ബാലികേറ മല തന്നെയാണ്. ബോബി സഞ്ജയ്മാരുടെ തിരക്കഥ ആയിരുന്നിട്ട് കൂടി 8ഓളം നിർമ്മാതാക്കളാണ് ഈ ഒരു പ്രോജക്റ്റ് നിരസിച്ചത്. അവസാനം സിനിമാ നിർമ്മാണത്തിൽ ഒരു മുൻപരിചയം ഒന്നുമില്ലാത്ത 22കാരനായ ഒരു യുവാവ് പടം നിർമ്മിക്കാമെന്ന് ഏറ്റ് അവർക്ക് കൈകൊടുത്തു. അവിടെ മലയാള സിനിമയിൽ പുതിയൊരു താരോദയത്തിനു കൂടി ചരിത്രം സാക്ഷ്യം വഹിക്കുകയായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ഇന്ന് മലയാളത്തിലെ ഏറ്റവും ശക്തനായ നിർമ്മാതാവും വിതരണക്കാരനും ഒക്കെയായ മാജിക് ഫ്രെയിംസിന്റെ ഉടമ ലിസ്റ്റിൻ സീഫനായിരുന്നു അത്. അന്ന് അദ്ദേഹം തമിഴിൽ നിന്ന് ചില സിനിമകൾ കേരളത്തിലേക്ക് വിതരണത്തിന് എടുത്തിരുന്നു. അദ്ദേഹവും ഒരു നല്ല സിനിമ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു. അങ്ങനെ 2011 ജാനുവരി 7 വലിയ ബഹളമൊന്നുമില്ലാതെ റിലീസ് ചെയ്ത ട്രാഫിക് എന്ന സിനിമ മലയാളത്തിലെ ട്രെൻഡ് സെറ്റർ ആയി മാറി. ബോക്സ് ഓഫീസിൽ തരംഗമായി. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ട്രാഫിക്കിലൂടെ രാജേഷ് പിള്ള എന്ന സംവിധായകന് പുതിയൊരു മാനം തന്നെ കൈവന്നു. ഇതിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചത് മഹേഷ് നാരായണൻ, ഛായാഗ്രാഹകൻ ഷൈജു ഖാലിദ്. നമിത പ്രമോദിന്റെ ആദ്യ സിനിമ. പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പ്രശംസ ഒരുപോലെ പിടിച്ചുപറ്റിയ സിനിമ മലയാളത്തിലെ യുവതലമുറയ്ക്ക് വലിയ പ്രചോദനമായി. മലയാളത്തിലെ മികച്ച സിനിമകളുടെ കൂട്ടത്തിൽ ഇടം നേടിയ ട്രാഫിക്കിലൂടെ രാജേഷ് പിള്ള ഗംഭീര തിരിച്ചുവരവ് നടത്തി. അദ്ദേഹത്തെ എന്നും ഓർക്കാൻ ഈ ഒരൊറ്റ സിനിമ മതി. ഹൊറർ സിനിമകളിലൂടെ ഹാട്രിക് വിജയം നേടി ഇപ്പോൾ മലയാള സിനിമയിൽ തൻ്റെതായ ഒരു സ്ഥാനം നേടിയ രാഹുൽ സദാശിവനാണ് അടുത്തത്. ആദ്യ സിനിമ സയൻസ് ഫിക്ഷൻ മൂവി റെഡ് റെയിൻ അതിദയനീയ പരാജയമായിരുന്നു. അതിനുശേഷം 9 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അദ്ദേഹം ഭൂതകാലത്തിലേക്ക് എത്തുന്നത്. ഭൂതകാലത്തിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് രേവതി നേടി. രണ്ടാമത്തെ സിനിമയായ ഭ്രമയുഗത്തിലൂടെ മമ്മൂട്ടിയും മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടി. മമ്മൂട്ടിയുടെ സമീപകാലത്തെ ഏറ്റവും മികച്ച കഥാപാത്രമായിരുന്നു ഭ്രമയുഗത്തിലേത്. പ്രണവ് മോഹൻലാലിനെ നടനെ വീണ്ടെടുത്ത DS ഇറയിലൂടെ രാഹുൽ വീണ്ടും ബോക്സ് ഓഫീസിൽ വിസ്മയം തീർത്തു. ആദ്യ സിനിമയായ റെഡ് റെയിനിൽ തുടങ്ങിയ പരീക്ഷണങ്ങൾ രാഹുൽ ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. പരീക്ഷണങ്ങൾ തുടരുമ്പോഴും സിനിമയെ സാമ്പത്തികമായി വിജയത്തിലെത്തിക്കാനും അദ്ദേഹത്തിന് കഴിയുന്നു. മലയാളത്തിന്റെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് ലോക നിലവാരമുള്ള ഒരു സിനിമയുമായി വന്ന് ഇന്ത്യൻ സിനിമാ ലോകത്തെ ആകെ വിസ്മയിപ്പിച്ച ഡൊമിനിക് അരുൺ. തരംഗം എന്ന ആദ്യ സിനിമയുടെ പരാജയത്തിന് ശേഷം നീണ്ട 8 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ഇൻഡസ്ട്രി ഹിറ്റുമായി ഉയർത്തെഴുന്നേറ്റത്.
ദുൽഖർ സൽമാൻ അതിന്റെ സാധ്യത കണ്ടെത്തി അദ്ദേഹം നിർമ്മിക്കാമെന്നേറ്റു. കല്യാണി പ്രിയദർശൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ സിനിമ അനാവശ്യമായ ഹൈപ്പുകൾ ഒന്നുമില്ലാതെയാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത്. അണിയറ പ്രവർത്തകരെ പോലും അതിശയിപ്പിച്ചുകൊണ്ട് ചിത്രം ബോക്സ് ഓഫീസ് ഇളക്കിമറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതിലും അവിസ്മരണീയമായ ഒരു തിരിച്ചുവരവ് സ്വപ്നങ്ങളിൽ മാത്രം. പരാജയപ്പെട്ട ആദ്യ സിനിമകളുടെ പേരിൽ പഴി കേൾക്കുകയും അതിൻ്റെ സമ്മർദ്ദങ്ങളും ഇവർ 3 പേരും വളരെയധികം അനുഭവിച്ചിട്ടുണ്ട്. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ്. പക്ഷേ അപ്പോഴും സിനിമ എന്ന പാഷനെ അവർ മുറുകെ പിടിച്ചു. ക്ഷമയോടെ കാത്തിരുന്നു. ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. രാഹുലും ഡൊമിനിക്കും ഇന്ന് മലയാളത്തിലെ മാത്രമല്ല ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രി ആകെ ശ്രദ്ധിക്കപ്പെടുന്ന സംവിധായകരായിരിക്കുന്നു. 2016 കരൾ രോഗബാധിതനായ രാജേഷ് പിള്ള ഈ ലോകത്തോട് വിടവാങ്ങി. ട്രാഫിക് എന്ന ഒറ്റ സിനിമ മതി നമ്മൾ സിനിമാ പ്രേമികൾക്ക് എന്നും അദ്ദേഹത്തെ ഓർക്കാൻ. എൻ്റെ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതായാലും മറിച്ചായാലും കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് വരാം. അതുവരെ ബൈ.